ഇപ്പോൾ ആർ അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനന്തൻ, ഇതിനകം തന്നെ സിദ്ദിഖ് ഒരുപക്ഷെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നൊരു സംശയമെങ്കിലും പോലീസിനുണ്ടോ? അല്ലെങ്കിൽ വിജയബാബുവിന്റെ കേസിന് സമാനമായ രീതിയിൽ ഒരുപക്ഷെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് അത് വലിയ നാണക്കേടാകും, അതൊക്കെ ഒഴിവാക്കാനുള്ള അടിയന്തരമായ നടപടി എന്ന രീതിക്കാണോ നമ്മളിതിനെ കാണേണ്ടത്? സിദ്ദിഖ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പോലീസ് അങ്ങനെ കരുതുന്നുമില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി നടപടികൾ നടക്കുന്നത് കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് സിദ്ദിഖ് ഒളിവിലേക്ക് പോകാൻ, ഇന്നലെയൊക്കെ ഒളിവിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമ്പോൾ സിദ്ദിഖ് പെട്ടെന്ന് തന്നെ ഒളിവിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അന്ന് അന്വേഷണ സംഘം പലതവണ സിദ്ദിഖിനെ ഫോണിൽ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചപ്പോൾ കിട്ടിയിട്ടില്ല, വീട്ടിലും ഉണ്ടായിരുന്നില്ല. അവിടെ അന്വേഷണ സംഘം കൊച്ചിയിലൊക്കെ അന്വേഷിച്ച് പോകുന്ന ഒരു സ്ഥിതി അന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ ആ വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നു. സിദ്ദിഖ് ഒളിവിലാണ് എന്ന് അന്വേഷണ സംഘത്തിൻ്റെ ഒരു അനുമാനം എന്നെ സംബന്ധിച്ച് വാർത്ത അന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതി നടപടികൾ ആരംഭിച്ചതോടുകൂടിയാണ് സിദ്ദിഖ് വീണ്ടും സജീവമായി രംഗത്ത് വരികയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ കോടതി ഉത്തരവ് വന്നതിന് ശേഷം, കോടതി തീരുമാനം വന്നതിന് ശേഷം സിദ്ദിഖിനെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ കേരളം വിടാനോ അല്ലെങ്കിൽ ഒളിവിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും സിദ്ദിഖിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള അടുത്ത നടപടി. അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഒരുപക്ഷെ ഈ കോടതി നടപടികൾ സിദ്ദിഖിനെതിരാവുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസിനെ അടക്കം തിരുവനന്തപുരം റേഞ്ച് DIG യോഗത്തിലേക്ക് വിളിച്ചിരുന്നു. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം മ്യൂസിയം CI കൂടി ഈ പ്രത്യേക സംഘത്തിൽ, സിദ്ദിഖിൻ്റെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലുണ്ട്. അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് യോഗം ചേർന്നത്. നിലവിൽ സിദ്ദിഖിനെ കണ്ടെത്തുക, അറസ്റ്റ് രേഖപ്പെടുത്തുക, അതുതന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ കൊച്ചിയിൽ സിദ്ദിഖ് ഉണ്ടെങ്കിൽ അവിടെ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ സിദ്ദിഖ് എവിടെയാണോ അത് അന്വേഷിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സൈബർ പോലീസിൻ്റെ അടക്കം സഹായം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യും. ഏതായാലും രാജ്യം വിട്ടുപോയി, സംസ്ഥാനം വിട്ടുപോയി എന്നുള്ള ഒരു വിവരം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല, മധു. പക്ഷേ ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായൊരു വിവരമില്ല, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിദ്ദിഖ് എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് കൊച്ചി സിറ്റി പോലീസിനടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ന് തന്നെ സിദ്ദിഖിൻ്റെ അറസ്റ്റ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ നടപടിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്. നേരത്തെ ജോർജ് ജോസഫ് മുൻ SP പറഞ്ഞതുപോലെ പോക്സോ കേസ് സിദ്ദിഖിനെതിരെ ഇല്ല, ബലാത്സംഗ കുറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോക്സോ വകുപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. നമുക്ക് ഇതുവരെയുള്ള വിവരമനുസരിച്ച് ഈ യുവനടി സിദ്ദിഖിൻ്റെ ആക്രമണത്തിന് ഇരയായി എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ പ്രായപൂർത്തിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അന്വേഷണ സംഘവുമായി ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് പോക്സോ വകുപ്പ് ഇതിൽ ചുമത്തിയിട്ടില്ല എന്നാണ്. ഇതുവരെ FIR-ൽ പോക്സോ വകുപ്പില്ല. നിലവിൽ ബലാത്സംഗ കുറ്റവും ഭീഷണിപ്പെടുത്തൽ എന്ന കുറ്റവും 2 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്, മധു. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നടൻ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. അടിയന്തരമായി യോഗം ചേർന്നെടുത്ത തീരുമാനമാണ്. കൊച്ചിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോവുകയും ചെയ്യും. അതിനു മുൻപ് തന്നെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുമുണ്ട്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.